ജുപ്പിറ്ററിൻ്റെ വക്രഗതിയെപ്പറ്റി മനസ്സിലാക്കാം. ഇത് കേവലം ഒരു ആകാശ സംഭവം മാത്രമല്ല, ആഴത്തിലുള്ള വ്യക്തിപരമായ പ്രതിഫലനത്തിനുള്ള സമയം കൂടിയാണ്. കാലപുരുഷ കുണ്ഡലിയുടെ രണ്ടാം ഭാവമായ ടോറസിൽ അഥവാ ഇടവത്തിൽ വ്യാഴം അതിൻ്റെ വക്രഗതി യാത്ര ആരംഭിക്കുന്നു. ഏരീസ് അഥവാ മേടം ലഗ്നത്തിന് രണ്ടാം ഭാവത്തിൽ ഈ ഒരു വക്രഗതി സംഭവിക്കുന്നു. ഭക്ഷണശീലങ്ങൾ, ആശയവിനിമയം, കുടുംബമൂല്യങ്ങൾ, സാമ്പത്തികം എന്നിവയെക്കുറിച്ച് ആഴത്തിലുള്ള പ്രതിഫലനത്തിനുള്ള സമയം കൂടിയാണിത്. നിങ്ങൾ അമിതമായി ആഹ്ലാദിക്കുകയാണോ അതോ നിങ്ങൾ കഴിക്കുന്ന കാര്യങ്ങളിൽ ശ്രദ്ധാലുവാണോ? ഈ കാലയളവിൽ നിങ്ങളുടെ സംസാരമോ നിശബ്ദതയോ തെറ്റിദ്ധാരണകൾ സൃഷ്ടിച്ചേക്കാം. നിങ്ങളുടെ കുടുംബത്തിൻ്റെ ലക്ഷ്യങ്ങളും സാമ്പത്തിക ഉത്തരവാദിത്തങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ ഈ സമയം ചെലവഴിക്കുക. സ്വാഭാവികമായും ബഹിർമുഖരായിരിക്കുമ്പോൾ അന്തർമുഖനാണെന്ന് തോന്നുന്നുണ്ടോ? ആത്മപരിശോധനയ്ക്കായി ഈ സമയം സ്വീകരിക്കുക. ടോറസിൽ അഥവാ ഇടവത്തിൽ ചന്ദ്രൻ ഉച്ചനാണ്. ആഴത്തിലുള്ള മാനസിക വ്യക്തതയും ശക്തമായ ശ്രദ്ധയും ഉദാഹരണമായി യോഗ മുതലായിട്ടുള്ളവ പരിശീലിക്കുക. നിങ്ങളുടെ മൂല്യങ്ങൾ, സംസാരം, ശീലങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ആന്തരിക പ്രതിഫലനത്തിനുള്ള സമയമായി ഈ വ്യാഴത്തിൻ്റെ വക്രഗതിയെ അനുവദിക്കുക. നന്ദി.